പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട്. ഞാൻ ദേവരാജ് അമ്പലയിലാണ്. ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇത് വയനാട് ജില്ലയിൽ വയനാട്ടിൻ്റെ ടൂറിസം ഹബ്ബ് എന്ന് തന്നെ പറയാം. അമ്പലവയൽ, ധാരാളം ടൂറിസം കേന്ദ്രങ്ങളുള്ള അമ്പലവയൽ ധാരാളം ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അമ്പലവയൽ സുൽത്താൻ ബത്തേരി റൂട്ടിൽ മെയിൻ റോഡാണ് ആ കാണുന്നത്. അവിടെ നിന്ന് ഇത്ര അടുത്ത് ഒരു 25 മീറ്റർ മാറിയാൽ ഈ സൂപ്പർ ലക്ഷറി വില്ല, 4 ബെഡ്റൂം, 12 സെൻറ്റ് സ്ഥലം, 2000-ൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ്. നമ്മൾ കണ്ടില്ലേ, വാഹനങ്ങളൊക്കെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാൻ വീട്ടിൽ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ, തൊട്ടടുത്ത് മെയിൻ റോഡ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ നമുക്ക് വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം ഹബ്ബ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അമ്പലവയലിൽ ഒരു വീട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ബെസ്റ്റ് ചോയ്സാണ്. അമ്പലവയലിൽ ധാരാളം ടൂറിസം കേന്ദ്രങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. ഇപ്പം അമ്പൂത്തി മലയിലുള്ള എടക്കൽ ഗുഹ, പിന്നെ ഫ്ലവർ ഷോ, എല്ലാ വർഷവുമുള്ള ഫ്ലവർ ഷോ നടക്കുന്ന പൂപ്പൊലിയിലേക്കൊക്കെ ഇവിടെ നടന്നു പോകുന്ന ദൂരമുള്ളൂ. പിന്നെ കാരാപ്പുഴ, അങ്ങനെ ധാരാളം, കാരാപ്പുഴ അണക്കെട്ട് മുതൽ പിന്നെ കടുവാക്കുഴി, അങ്ങനത്തെ ധാരാളം പിന്നെ ഇഷ്ടം പോലെ. ഇപ്പം ഹെറിറ്റേജ് മ്യൂസിയം, മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റ്, നെല്ലാർച്ചാൽ വ്യൂ പോയിൻറ്റ്, ചീങ്ങേരി അഡ്വഞ്ചർ ട്രക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ട് അമ്പലവയൽ ധാരാളം ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പം ഒരു ഹോം സ്റ്റേ അങ്ങനത്തെ പർപ്പസിനൊക്കെ ഇത് ഓക്കെയാണ്. അപ്പം നല്ലൊരു വീട് ഇനി വേണ്ട, നമുക്ക് വയനാട്ടിൽ നല്ലൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ എല്ലാ പേപ്പർ വൈസ് എല്ലാം ക്ലിയറാണ്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട്, 94 95 36 57 30. അപ്പോൾ എൻ്റെ ചാനലുകൾ, റിയൽ എസ്റ്റേറ്റ് ചാനലുകൾ യൂട്യൂബിൽ ദേവരാജ് വയനാട് എന്നൊരു ചാനലുണ്ട്, ദേവരാജ് അമ്പലവയൽ എന്നൊരു ചാനലുണ്ട്. അപ്പോൾ വിശദമായ വീഡിയോകൾക്ക്, മറ്റ് സെലക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ദയവേതൊന്ന് സന്ദർശിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം മാക്സിമം ഷെയറൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പിന്നെ പുറത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഗാർഡൻ ചെയ്യാനും ഒക്കെ അതിനൊക്കെയുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ കണ്ടില്ല, വീട് കണ്ടില്ല, ആ ഒരു ലക്ഷറി സ്റ്റൈലിൽ തന്നെയാണ് വീടുള്ളത്. അപ്പോൾ ഓക്കെ പ്രിയപ്പെട്ടവരെ, വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ 94 95 36 57 30, 70 12 46 70 32 എന്ന വേറെ നമ്പറുണ്ട്. അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക, റിപ്ലൈ തരുന്നതാണ്. അപ്പം ഈ കാണുന്ന അടിപൊളി വീട്, നല്ല രീതിയിൽ പണിയെടുപ്പിച്ചിട്ടുള്ള, നല്ല സ്റ്റാൻഡേർഡായിട്ട് വർക്കുകൾ ചെയ്തിട്ടുള്ള നല്ലൊരു വീട്. ഇപ്പം ഗ്രൗണ്ട് വർക്കുകൾ, ടൈൽ വർക്കുകൾ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ്. നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് വീട്. നമ്മൾ കണ്ടില്ല, താഴെ 2 ബെഡ്റൂമുകൾ, മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ, അങ്ങനെ മൊത്തം 4 ബെഡ്റൂം. കിച്ചൺ സൗകര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. നമ്മൾ കണ്ടില്ലേ, നല്ലൊരു ഏരിയ. ഇപ്പോൾ സോഫ സെറ്റിയൊക്കെ ചെയ്ത ആ ഏരിയ ഒക്കെ നല്ലൊരു വിശാലമായ ഏരിയ ഉണ്ട്. അപ്പം നമ്മൾ കണ്ടില്ല, വിശാലമായ സൗകര്യങ്ങൾ എല്ലായിടത്തും. സൗകര്യത്തിന് യാതൊരു കുറവുമില്ല. ബെഡ്റൂമിലൊക്കെ സ്പേസൊക്കെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഹാളിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്ന് നോക്കുക. മുകളിലേക്കുള്ള സ്റ്റെയർ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഓപ്പൺ, ആ നല്ലൊരു ഹാൾ ഏരിയ തന്നെ ഡൈനിങ് സെറ്റപ്പ് ആയിട്ടുണ്ട്. സൈഡിൽ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇവിടെ വാഷ് ബേസിൻ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാം കൊണ്ടും ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ഒരു ക്യൂട്ട് ആംബിയൻസ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ആ ഒരു ഏരിയ, നല്ല വൈഡ് ഏരിയയിലുള്ള കാഴ്ചയൊക്കെ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ ബെഡ്റൂം, ഇപ്പോൾ താഴത്തെ ബെഡ്റൂം അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യാത്തൊരു ബെഡ്റൂമാണ്. അപ്പോൾ കാണുന്ന നല്ല 2 വശത്തും നല്ല വിശാലമായ ജനലുകളൊക്കെ കൊടുത്തിട്ട് നല്ല സ്പേഷ്യസ് ആണ്. നല്ല എല്ലാ ഭാഗത്തും വെളിച്ചം കയറുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മൾ അവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമ്മളിനി ആ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്കൊന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിനി അവിടെ ഒരു ദിവാൻ കോട്ടൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് വരുന്ന വഴിക്ക്. നമ്മളങ്ങനെ അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ കണ്ടില്ലേ, നല്ലൊരു ഡബിൾ കോട്ട് ബെഡൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പം നല്ലൊരു സൗകര്യമുള്ളൊരു ബെഡ്റൂം. ഓക്കെ, അവിടെ ഒരു ഇപ്പുറത്തെ ഒരു സ്ഥലമാരെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യങ്ങളുണ്ട്. അതും അറ്റാച്ച്ഡാണ്, ബാത്റൂം അറ്റാച്ച്ഡാണ്. അപ്പോൾ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇത് നമുക്ക് ഇവിടുത്തെ കിച്ചൺ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാനുണ്ട്. കിച്ചൺ അടുക്കളയൊക്കെ നല്ല വിശാലമായ അടുക്കളയാണ്, നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുണ്ട്. 2-3 സെക്ഷനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഏരിയയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുക്കളയൊക്കെ നല്ല സൗകര്യത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. വോളിലൊക്കെ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല പിന്നെ കബോർഡ് വർക്ക്, വാർഡ്രോബ് വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് സെക്കൻഡ് കിച്ചണുണ്ട്, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വർക്ക് ഏരിയ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ വിശാലമായ സൗകര്യങ്ങളുണ്ട്, സൗകര്യത്തിന് യാതൊരു കുറവില്ല. ഇവിടെ സെക്കൻഡ് കിച്ചൺ ഏരിയ ഉണ്ട്, ചെറിയൊരു സെക്കൻഡ് കിച്ചൺ ഏരിയ ഉണ്ട്. പിന്നെ തൊട്ട് നമ്മൾ കണ്ടില്ലേ 3 സെക്ഷനായിട്ടുണ്ട്. കൂടാതെ വലിയൊരു വർക്ക് ഏരിയ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൗകര്യങ്ങൾ, ഇഷ്ടം പോലെ സൗകര്യങ്ങൾ. നമ്മൾ കണ്ടില്ലേ വിറക് കത്തിക്കണമെങ്കിൽ ഇനി ആ സൗകര്യമുണ്ട്. ഇത് ലാസ്റ്റ് ഒരു വർക്ക് ഏരിയ സൗകര്യങ്ങൾ. വർക്ക് ഏരിയ കഴിഞ്ഞ് വീട്ടിലെ ബാക്ക് വശമാണ് കാണുന്നത്. ബാക്ക് വശത്ത് നമ്മൾ കിണറൊക്കെ നല്ല ഭംഗിയിലൊരു ഒതുങ്ങിയ സ്ഥലത്താണുള്ളത്. ഇഷ്ടംപോലെ ജലലഭ്യതയുണ്ട്. അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സൊക്കെ പറമ്പിലുണ്ട്. ചക്ക, മാങ്ങ അങ്ങനത്തെ സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ ഒരു ഏരിയകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകളും കാണാനുണ്ട്. നമ്മൾ 2 ബെഡ്റൂം മുകളിലുണ്ട്, ഒരു റെസ്റ്റ് റൂമുണ്ട്. അപ്പം അങ്ങനെ ഒരു സൗകര്യമുണ്ട്. കൂടാതെ ബാൽക്കണി സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കയറുമ്പോൾ തന്നെയുള്ള ആ ഒരു ഹാളാണ്. ഹാളിൽ നല്ല സൗകര്യമുണ്ട്. ഹാളിൽ നിന്നാണ് ഒരു ബാൽക്കണി ഉള്ളത്. പിന്നെ സൈഡിൽ വലത്തെ സൈഡിൽ ഒരു ബെഡ്റൂം, നല്ലൊരു ഹോം സ്റ്റേ ഫീലുള്ള 2 ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയിലുള്ളത്. നല്ല വലിയ ബെഡൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ബെഡ്റൂം സൗകര്യങ്ങളുണ്ട്. നമ്മൾ കണ്ടില്ലേ നല്ല സ്പേസ് ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇപ്പം കട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിളും പിന്നെ ഷെൽഫൊക്കെ വെച്ചാലും സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു ബെഡ്റൂമാണ്, നല്ല സ്പേസ് ഉണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ കാഴ്ച കണ്ടാൽ അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഹാളിൽ കൂടെ അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എല്ലാം നല്ല സ്പേഷ്യസ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഹൈറ്റും കാര്യങ്ങളും ഹാളിൻ്റെ സൗകര്യങ്ങളൊക്കെ ആ പോകുന്ന കാഴ്ചയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, നമ്മൾ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ നമുക്ക് ഒരു ബാൽക്കണി കൂടാതെ വേറൊരു റൂമും കൂടി ഉണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവേത് മറക്കരുത്. ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട്, ദേവരാജ് അമ്പലവയൽ എന്ന ചാനലുണ്ട്. നമ്മളുണ്ടല്ലോ ഇവിടുന്ന് നമുക്ക് ബസ് കാണാം, അത്രയും അടുത്താണ്, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലും. അപ്പോൾ ഓക്കെ, ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്ന് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ഇവിടെ ഉണ്ട്. 2ാമത്തെ ബെഡ്റൂമാണ്, മുകളിലത്തെ നിലയത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. ഒക്കെ നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്റൂം സൗകര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളപ്പം വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഇടുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.